എവറിത്തിങ് ഐ നീഡ് ടു നോ ബൈ വന്ദന ശിവ. ആ ലെസണാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ സ്ത്രീകൾ മരത്തിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്നു. അതിനെ വെട്ടാൻ സമ്മതിക്കുന്നില്ല. മരം വെട്ടിയാൽ എന്താണ് സംഭവിക്കുന്നത്? മണ്ണൊലിപ്പുണ്ടാവും. അതുപോലെ തന്നെ മൃഗങ്ങൾക്ക് പുല്ല്, ഇലകൾ ഒക്കെ തിന്നാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും. അങ്ങനെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ട് സ്ത്രീകൾ പ്രതികരിക്കുകയാണ്. 1973 ഇക്കാര്യങ്ങളെല്ലാം നേരിട്ട് തന്നെ വന്ദന ശിവ മനസ്സിലാക്കുന്നു. I decided to become a volunteer for the Chipko movement and I spent every vacation doing padayatras, documenting the deforestation and the work of the forest activities and spreading the message of Chipko. വന്ദന ശിവ തീരുമാനിച്ചു, ഇനി എല്ലാ വെക്കേഷനുകളിലും ഞാൻ ഈ മൂവ്മെൻറ്റിൻ്റെ കൂടെ ചേരും. ചിപ്കോ മൂവ്മെൻറ്റ് മരങ്ങളെ കെട്ടിപ്പിടിച്ചുകൊണ്ടുള്ള ഒരു നോൺ വയലൻ്റായിട്ടുള്ള, ഇവിടെ വയലൻസ് ഇല്ല, സമാധാനപരമായിട്ടുള്ള ഒരു സമരമാണ്. അതിന് ഞാനും കൂടെ ചേരും എന്ന് വന്ദന ശിവ തീരുമാനിക്കുന്നു. One of the dramatic Chipko actions took place in the Himalayan village of Adwani in 1977 when a village woman named Bachni Devi led a resistance against her own husband who had obtained a contract to cut trees. ഒരു പ്രത്യേക സംഭവം ഉണ്ടായി. 1977 ബച്നി ദേവി എന്ന് പറയുന്ന ഒരു സ്ത്രീ അവരുടെ ഹസ്ബൻഡിന് തന്നെ എതിരായിട്ട് ഒരു മൂവ്മെൻറ്റ്, ഹസ്ബൻഡിന് തന്നെ എതിരായിട്ടൊരു സമരം പ്രഖ്യാപിച്ചു. കാരണം അവരുടെ ഭർത്താവാണ് മരങ്ങൾ മുറിക്കാനുള്ള കോൺട്രാക്റ്റ് എടുത്തത്. അപ്പോൾ ആ സ്ത്രീ ഭർത്താവിനെതിരായിട്ടുള്ള ഒരു സമരം പ്രഖ്യാപിച്ചു. When officials arrived at the forest, the women held up lighted lanterns although it was broad daylight. നല്ല പകൽ സമയത്ത് തന്നെ എല്ലാവരും വിളക്ക് തെളിയിച്ചുകൊണ്ട് ഇതിനെതിരായിട്ട് ഒരു നോൺ വയലൻ്റ് ആയിട്ടുള്ള ഒരു സമരം. ഇവിടെ ആരും ആരെയും ഉപദ്രവിക്കുന്ന രീതിയിലോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിലോ ഒന്നുമില്ല. സമാധാനപരമായിട്ട് പകൽ സമയത്ത് വിളക്ക് തെളിയിച്ചുകൊണ്ടുള്ള ഒരു സമരം. The forester asked them to explain. The women replied, "We have come to teach you forestry," he retorted. അപ്പോൾ അവിടെ വന്ന ഫോറസ്റ്റർ ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? അപ്പോൾ സ്ത്രീ അതിൻ്റെ മറുപടി പറഞ്ഞു, ബച്നി ദേവി അതിൻ്റെ മറുപടി പറഞ്ഞു, "You foolish human, how can you prevent tree felling by those who know the value of the forest? Do you know what forests bear? They produce profit and resin and timber." നിങ്ങളൊരു വിഡ്ഢിയായ സ്ത്രീയാണ്. നിങ്ങൾക്ക് എന്തറിയാം? കാടിനെപ്പറ്റി എന്തറിയാം? മരങ്ങളെപ്പറ്റി എന്തറിയാം? മരങ്ങൾ കൊണ്ട് നമ്മൾക്ക് ഒരുപാട് ലാഭമുണ്ട്. അതിൻ്റെ തടി വിറ്റാൽ പൈസ കിട്ടും. പിന്നെ അതിൽ നിന്ന് പല പ്രൊഡക്റ്റും നമ്മൾക്ക് കിട്ടും, പല ഉൽപ്പന്നങ്ങളും നമ്മൾക്ക് കിട്ടും. ദ വിമൻ സാങ് ബാക്ക് ഇൻ കോറസ്. സ്ത്രീകളെല്ലാം കൂടെ ഒരുമിച്ച് നിന്ന് ഒരു കൂട്ടത്തോടെ പാട്ട് പാടി, ഒരു സമൂഹഗാനം. വാട്ട് ഡു ദ ഫോറസ്റ്റ് ബെയർ? സോയിൽ, വാട്ടർ ആൻഡ് പ്യുവർ എയർ. സോയിൽ, വാട്ടർ ആൻഡ് പ്യുവർ എയർ സസ്റ്റെയിൻ ദ എർത്ത് ആൻഡ് ആൾ ഷീ ബിയേഴ്സ്. ഫോറസ്റ്റ് കൊണ്ട് എന്താണ് ഉപകാരം? അത് മണ്ണിനെ സംരക്ഷിക്കുന്നു, ജലത്തിനെ സംരക്ഷിക്കുന്നു, ശുദ്ധവായുവിനെ സംരക്ഷിക്കുന്നു. അത് ഈ ഭൂമിയെ തന്നെ താങ്ങി നിർത്തുന്നു. മരങ്ങൾ കൊണ്ടുള്ള ഉപകാരം എന്താണ് എന്ന് സ്ത്രീകൾ ഈ മരം മുറിക്കാൻ വന്ന ആൾക്കാരെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ബിയോണ്ട് മോണോകൾച്ചേഴ്സ്. ഫ്രം ചിപ്കോ ഐ ലേൺഡ് അബൌട്ട് ബയോഡൈവേഴ്സിറ്റി. ബയോഡൈവേഴ്സിറ്റി എന്ന് വെച്ചാൽ ജൈവ വൈവിധ്യം. ആൻഡ് ബയോഡൈവേഴ്സിറ്റി ബേസ്ഡ് living economies
The protection of both has become my life's mission. As I described in my book, Monocultures of the Mind, the failure to understand biodiversity and its diverse function is at the root of the impoverishment of nature and culture. The lessons I learned about diversity in the Himalayan forest I transferred to the protection of biodiversity on our farms. അപ്പം ഇതിനെക്കുറിച്ചൊക്കെ പഠിക്കാനും അതിനെക്കുറിച്ചൊക്കെ ബുക്കുകൾ എഴുതാനും ഒക്കെ വന്ദന ശിവ ശ്രമിച്ചു. ജൈവ വൈവിധ്യം, നമ്മളുടെ പ്രകൃതിയിൽ കാണുന്ന പലതരത്തിലുള്ള സസ്യങ്ങൾ, അവയുടെയൊക്കെ ഉപയോഗങ്ങൾ, അതിനെയൊക്കെ നശിപ്പിക്കുമ്പോഴും അതൊക്കെ ഇല്ലാതാവുമ്പോഴും സംഭവിക്കുന്ന കാര്യങ്ങൾ, അതൊക്കെ ഇവിടെ പഠിക്കുകയാണ്. The lessons I learned about diversity in the Himalayan forest I transferred to the protection of biodiversity on our farms. I started saving seeds from farmers' fields and then realized we needed a farm for demonstration and training. പല കൃഷിക്കാരിൽ നിന്നും അവൾ വിത്തുകൾ ശേഖരിക്കാൻ തുടങ്ങി. എന്നിട്ട് അതിനെ തന്നെ പറ്റി ഒരു ക്ലാസ് തുടങ്ങുക. Thus, Navadanya farm was started in 1994 in the Doon Valley, located in the lower elevation ഹിമാലയൻ റീജിയൻ ഓഫ് ഉത്തരാഖണ്ഡ് പ്രോവിൻസ്. അപ്പോൾ ഉത്തരാഖണ്ഡ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഹിമാലയത്തിൻ്റെ താഴ്വരയിൽ അവൾ ഒരു ഫാം തന്നെ, ഒരു കൃഷിസ്ഥലം തന്നെ രൂപപ്പെടുത്തിയെടുക്കുന്നു. അവിടെ പലതരത്തിലുള്ള ധാന്യങ്ങളും അതിൻ്റെ ഉപയോഗങ്ങളും അതിനെ എങ്ങനെയൊക്കെ സംരക്ഷിക്കാം, അതുകൊണ്ട് എന്തെല്ലാം ഉപകാരങ്ങൾ ഉണ്ടാകുന്നുണ്ട്, ഇതിനെപ്പറ്റിയുള്ള ട്രെയിനിങ് കൊടുക്കാനൊക്കെ തീരുമാനിച്ചു. ടുഡേ വി കൺസർവ് ആൻഡ് ഗ്രോ 130 വെറൈറ്റീസ് ഓഫ് റൈസ്. 130 ഓളം തരത്തിലുള്ള അരി. 150 വെറൈറ്റീസ് ഓഫ് വീറ്റ്. 150 തരത്തിലുള്ള ഗോതമ്പ്. ആൻഡ് ഹൺഡ്രഡ്സ് ഓഫ് അതർ സ്പീഷീസ്, 100 കണക്കിന് മറ്റ് ധാന്യങ്ങൾ. ഇതെല്ലാം ഇവരുടെ പക്കൽ ഇവിടെ ഉണ്ട്. വി പ്രാക്ടീസ് ആൻഡ് പ്രൊമോട്ട് എ ബയോഡൈവേഴ്സിറ്റി ഇൻറ്റൻസീവ് ഫോം ഓഫ് ഫാമിംഗ് ദറ്റ് പ്രൊഡ്യൂസസ് മോർ ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ പെർ ഏക്കർ. The conservation of biodiversity is therefore also the answer to the food and nutrition crisis. പോഷകാഹാരങ്ങൾ, നമ്മൾ ഏതൊക്കെ തരത്തിലുള്ള ഭക്ഷണ സാധനം കഴിച്ചാലാണ് നമുക്ക് പോഷക ഗുണങ്ങൾ കിട്ടുക. അപ്പോൾ അതനുസരിച്ചുള്ള കാര്യങ്ങളെപ്പറ്റി പഠിക്കുക, അതനുസരിച്ചുള്ള ധാന്യങ്ങൾ കൃഷി ചെയ്യുക, അത് പബ്ലിക്കിന് സപ്ലൈ ചെയ്യുക. ഇതൊക്കെയാണ് വന്ദന ശിവയുടെ ശ്രമം. Rights of nature on the global stage. The UN Secretary General's report, Harmony with Nature, issued in conjunction with the conference, elaborates on the importance of reconnecting with nature. Ultimately, environmentally destructive behavior is the result of a failure to recognize that human beings are an inseparable part of nature and that we cannot damage it without severely damaging ourselves. അപ്പം ഒരു റിപ്പോർട്ട്, UN സെക്രട്ടറി ജനറലിൻ്റെ റിപ്പോർട്ടാണ്. ഇവിടെ പ്രകൃതിയും മനുഷ്യനും തമ്മിൽ അഭേദ്യമായ ബന്ധമാണ്. അവർ തമ്മിൽ നല്ല ബന്ധമാണ്. നമ്മൾക്ക് അവരെ തമ്മിൽ വേർതിരിക്കാൻ സാധ്യമല്ല. ഹ്യൂമൻ ബീയിങ്സ്, മനുഷ്യരും പ്രകൃതിയും തമ്മിലുള്ള ഇൻസെപ്പറബിൾ ആയിട്ടുള്ള ഒരു ബോണ്ടിങ് ആണ്. നമ്മൾ അവരെയും തമ്മിൽ വേർതിരിക്കാൻ സാധ്യമല്ല. Separatism is needed indeed at the root of disharmony with nature and violence against nature and people. നമ്മളുടെ ഈ സെപ്പറേറ്റിസം, നമ്മൾ വേർതിരിച്ച് കാണുകയാണ്, പ്രകൃതിയെയും മനുഷ്യനെയും തമ്മിൽ വേർതിരിച്ച് കാണുകയാണെങ്കിൽ അത് എല്ലാത്തിൻ്റെയും നാശമായിട്ട് വരും. ആസ് ദ പ്രോമിനൻറ്റ് സൗത്ത് ആഫ്രിക്കൻ എൻവയോൺമെൻ്റലിസ്റ്റ് കോർമാക് കുള്ളിനാൻ പോയിൻറ്റ്സ് ഔട്ട്, അപ്പാർത്തൈഡ് മീൻസ് സെപ്പറേറ്റ്നെസ്, മാറ്റി നിർത്തപ്പെടുക. The world joined the anti-apartheid movement to end the violent separation of people on the basis of color. കളർ അനുസരിച്ചിട്ട് മനുഷ്യരെ മാറ്റി നിർത്തുക. Apartheid in South Africa was put behind us. Today, we need to overcome the wider and deeper apartheid and eco-apartheid based on the illusion of separateness of humans from nature in our minds and lives. നമ്മളുടെ മനസ്സിൽ നിന്ന് തന്നെ ആ പ്രകൃതിയോടുള്ള സ്നേഹത്തിനെ പ്രകടിപ്പിക്കുക, പ്രകൃതിയെ സ്നേഹിക്കുക, പ്രകൃതിയോടുള്ള വിരോധം നമ്മുടെ മനസ്സിൽ നിന്ന് മാറ്റി നിർത്തുക. എന്ന് വെച്ചാൽ ആഫ്രിക്കയിൽ ഒരു ഡിസ്ക്രിമിനേഷൻ ഉണ്ടായിരുന്നു.
ആളുകളുടെ കളർ അനുസരിച്ചിട്ട് അവർ മാറ്റി നിർത്തപ്പെടുക. അപ്പോൾ അതുപോലെ ഉള്ള സംഭവമായിരുന്നു പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള. അതിനെല്ലാം മാറ്റി എല്ലാവരും ഒന്നാണെന്നുള്ള തീരുമാനത്തിൽ വരിക. നെക്സ്റ്റ്, ദ ഡെഡ് എർത്ത് വേൾഡ് വ്യൂ. ഈ പ്രകൃതിയിലുള്ള എല്ലാം നശിക്കപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും പ്രകൃതിയുടെ ഒരവസ്ഥ? റോബർട്ട് ബോയ്ലി, ദ ഫേമസ് 17th century chemist and governor of the Corporation for the Propagation of the Gospel among the New England Indians, was clear that he wanted to rid native people of their ideas about nature. He attacked their perception of nature as a kind of goddess and argued that the veneration എന്ന് വെച്ചാൽ ആരാധന, wherewith men are imbued എന്ന് വെച്ചാൽ ഇൻസ്പയർ, പ്രചോദനം, for what they call nature has been a discouraging impediment എന്ന് വെച്ചാൽ തടസ്സം, to the empire of man over the inferior creatures of God. The death of nature idea allows a war to be unleashed എന്ന് വെച്ചാൽ അഴിച്ചുവിട്ടു, against the earth. After all, if the earth is merely dead matter, then nothing is being killed. A philosopher and historian Caroline Merchant points out this shift of perspective from nature as a living, nurturing mother to inert, dead and manipulable matter was well suited to the activities that would lead to capitalism. The domination images created by Bacon and other leaders of the scientific revolution replace those of the nurturing earth, removing a cultural constraint on the exploitation of nature. One does not readily slay a mother, dig into her entrails for gold and mutilate her body. Merchant wrote. അപ്പം നമ്മൾ പ്രകൃതിയെ സംരക്ഷിക്കുക. പ്രകൃതിയിലുള്ള എല്ലാ ജീവജാലങ്ങളും നശിച്ചു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രകൃതി വെറുതെ ഒരു തരിശായിട്ടുള്ള ഭൂമിയായിട്ട് മാറും. ഇവിടെ നമ്മൾക്ക് എന്താ ചെയ്യേണ്ടത്? പ്രകൃതിയെ സംരക്ഷിക്കുക, പ്രൊട്ടക്റ്റ് ചെയ്യുക, പ്രകൃതിയിലെ ഓരോ ജീവജാലത്തിനെയും സ്നേഹിക്കുക. അങ്ങനെയുള്ള രീതിയിലേക്ക് നമ്മൾക്ക് മുമ്പോട്ട് പോകാം. ക്ലാസ് നമ്മൾക്ക് തുടർന്ന് കൊണ്ടുപോകാം.